നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2025 നവംബർ 11 ചൊവ്വാഴ്ച. ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യകാൽ ഭാഗം. കുടുംബത്തിൽ മാതാപിതാക്കൾക്കോ ജീവിത പങ്കാളിക്കോ സന്താനങ്ങൾക്കോ രോഗാതി ദുരിതം വരുവാനും ആശുപത്രിവാസത്തിനും ഇന്ന് സാധ്യതയുണ്ട്. ഉറക്കക്കുറവ്, ഛർദി, ഉദരരോഗം എന്നിവ അലട്ടാൻ സാധ്യതയുണ്ട്. കുടുംബാംഗങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകുക. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. കുടുംബത്തിൽ ഇന്ന് സമാധാന അന്തരീക്ഷം സംജാതമാകും. ഒരേ തരത്തിലുള്ള ചിന്താശേഷിയുള്ളവരോടൊത്ത് പ്രവർത്തിക്കുവാൻ അവസരം ലഭിക്കും. ഭക്ഷണസുഖം, ശത്രുനാശം, ധനപരമായ നേട്ടം, പക്വത എന്നിവ ഉണ്ടാകും. അനുകൂലമായ ഒരു ദിനം പ്രതീക്ഷിക്കാം. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. കുടുംബത്തിൽ ഇന്ന് സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും. മേലധികാരിയുടെ അഭാവത്തിൽ ഉത്തരവാദിത്വത്തോടെ ഏൽപ്പിച്ച ചുമതല ഭംഗിയായി നിർവഹിച്ചതിൽ അവരുടെ പ്രീതി ലഭിക്കും. കർത്തവ്യബോധം അംഗീകരിക്കപ്പെടുന്ന ഒരു നല്ല ദിവസമായിരിക്കും ഇന്ന്. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. സമൂഹത്തിലെ ഉന്നതരായ വ്യക്തികളെ പരിചയപ്പെടാനും അവരോടൊപ്പം സമയം ചെലവഴിക്കുവാനും സമ്മാനങ്ങൾ ലഭിക്കുവാനും ഇന്ന് യോഗമുണ്ട്. ദാമ്പത്യ സൗഖ്യം, തൊഴിൽ വിജയം, ധനപരമായ നേട്ടം, മനസ്സന്തോഷം എന്നിവ ലഭിക്കും. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. അനാവശ്യമായ കൂട്ടുകെട്ടുകൾ വഴി ദുർപ്രവർത്തികൾ ചെയ്യുവാനുള്ള സാഹചര്യം ഇന്നുണ്ടാകും. രോഗാതി ദുരിതം ഉണ്ടാവുകയും ധനപരമായ ക്ലേശം, തൊഴിൽ പരാജയം എന്നിവ നേരിടുകയും ചെയ്യും. കൂട്ടുകെട്ടുകൾ തിരഞ്ഞെടുക്കുമ്പോൾ കൂടുതൽ വിവേകം കാണിക്കുക. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. കുടുംബസൗഖ്യം, തൊഴിൽ രംഗത്ത് വിജയം, സാമ്പത്തികമായ ഉന്നതി, ആരോഗ്യവർദ്ധനവ് എന്നിവ ഇന്ന് വന്നുചേരും. കുടുംബത്തിൽ മനസമാധാനവും സന്തോഷവും ഉണ്ടാകുന്ന അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. കാര്യങ്ങൾ സന്തോഷകരമായി മുന്നോട്ടു പോകുന്ന ഒരു നല്ല ദിനമാണിത്. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് പേരും പ്രശസ്തിയും ലഭിക്കുവാനുള്ള സാഹചര്യം ഇന്നുണ്ടാകും. കർമ്മമേഖലയിൽ അത്ഭുതപൂർവമായ വളർച്ച അനുഭവപ്പെടും. മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമാകും. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. ജീവിത പങ്കാളിയുമായും സന്താനങ്ങളുമായും കലഹമോ അഭിപ്രായ വ്യത്യാസമോ ഉണ്ടാകാൻ ഇന്ന് സാധ്യതയുണ്ട്. തൊഴിൽ തടസ്സം, അപമാനം, ധനപരമായ ക്ലേശം, രോഗാതി ദുരിതം, ഉദരപ്രശ്നം എന്നിവ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. സംയമനം പാലിക്കുന്നത് ഉചിതമാകും. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. കുടുംബ ബന്ധുജനങ്ങളിൽ നിന്നും ഗുണാനുഭവങ്ങളും കുടുംബ ഐശ്വര്യവും ഇന്നുണ്ടാകും. ആഭരണ അലങ്കാര വസ്തുക്കളുടെ വർധനവ്, ദാമ്പത്യപരമായ ഐക്യം എന്നിവ അനുഭവത്തിൽ വരും. സന്തോഷകരമായ ഒരു ദിനം പ്രതീക്ഷിക്കാം. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. ദാമ്പത്യ ഐക്യം, ധനപരമായ ലാഭം, വാഹനഭാഗ്യം എന്നിവ ഇന്ന് ഉണ്ടാകും. ആഗ്രഹിച്ച പോലെ ദമ്പതികൾ ഒരുമിച്ച് താമസിക്കുന്ന തക്കവണ്ണം ഉദ്യോഗത്തിൽ മാറ്റമുണ്ടാകാൻ സാധ്യത കാണുന്നു. അനുകൂലമായ ഒരു ദിനമാണിത്. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. ചിന്താശേഷി വർദ്ധിക്കുകയും മഹത് വ്യക്തികളുടെ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്താൻ തയ്യാറാവുകയും ചെയ്യും. ശത്രുഹാനി, നല്ല സുഹൃത്തുക്കൾ, ഇഷ്ട ഭക്ഷണയോഗം എന്നിവ ഇന്നുണ്ടാകും. കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന ഒരു നല്ല ദിനമായിരിക്കും ഇന്ന്. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. സർക്കാർ ജോലിയിൽ ഇരിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായി ജോലിയിൽ സ്ഥാനക്കയറ്റത്തോട് കൂടി സ്ഥലം മാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ബന്ധുജനങ്ങളിൽ നിന്ന് ഗുണം, ഭക്ഷണസുഖം, മനസ്സന്തോഷം, സാമ്പത്തിക പുരോഗതി എന്നിവ ലഭിക്കും. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.